അരികിൽ രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. തനിക്ക് മുമ്പിൽ കയറി ഉത്തരം പറഞ്ഞ രവിയെ വൈകി നോക്കിയപ്പോൾ അവളുടെ ഒപ്പം മറ്റു രണ്ട് ജോഡി കണ്ണുകളും ഉണ്ടായിരുന്നു അവന് നേരെ. നിങ്ങളിങ്ങനെ നോക്കുന്നതിനാ, എനിക്കറിയാവുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു. അതിനിപ്പോ എന്താ? ഒന്നുമില്ലോ. നമ്മുടെ കൊച്ചപ്പുഴ മനുഷ്യ എണീക്കുന്നത് അതെന്ത് ചോദ്യവാ? അവളുടെ ഉറുക്കം കഴിയുമ്പോൾ നീ ഒരു മണ്ടി തന്നെ. മോളിക്കുട്ടിയുടെ തലക്കെട്ടൊരു കൊട്ടും കൊടുത്ത് ജോയി ഉത്തരം പറഞ്ഞു. ഞാൻ മണ്ടി ആയോണ്ടാ നിങ്ങളീ സഹിച്ച് ഇവിടെ ഇരിക്കുന്നേ. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ എന്നെ മണ്ടക്കിട്ടൊന്നും തന്നിട്ട് പോയേനെ. ഓ, ഇനി അതിൽ പിടിച്ച് തൂങ്ങ്. ഏത് നേരത്താണാവോ എനിക്ക് പറയാൻ തോന്നിയത്? വൈകി എന്തൊന്നും പറയാതിരിക്കുന്നത്? ഞങ്ങളുടെ അടി കണ്ടിട്ടാണോ? ഒരു ദിവസം ഇത് ഞാനോട് ഗുസ്തി ഇരിക്കാതിരിക്കാൻ എനിക്ക് പറ്റുകയില്ല. ലൈഫ് എപ്പോഴും ഇങ്ങനെ പോകുന്നത് തന്നെയാണ് നല്ലത്. എപ്പോഴും ഇതുപോലെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ഒരാൾ കിട്ടുന്നത് ഭാഗ്യമാണ്. ജോയ് രവിയെ നോക്കുമ്പോൾ അവൻ വൈകിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഒരു ചിരിയോടെ അവനത് മോളിക്കുട്ടിക്ക് കാണിച്ചു കൊടുത്തു. വൈകക്ക് വേണ്ടേ ഒരാള്? ഇങ്ങനെ പോലെ ഡെയിലി അടി വാങ്ങാനല്ലേലും ഇടയ്ക്കൊരു അടിയൊക്കെ ഇടാൻ ഒരാള് വേണ്ടേ? അതൊക്കെ സമയം പോലെ വരുന്നതല്ലേ. അങ്ങനെ ഒരാൾ ലൈഫിൽ വരണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ നോക്കാന്നേ. ജാതിയും മതവും പ്രശ്നമല്ലേ. നല്ല എ ക്ലാസ് അച്ചായന്മാരുണ്ട്. എത്ര എണ്ണ വേണം? ഈ മോളിക്കുട്ടി കൊണ്ടുതരും. പിന്നെ എന്ന് വെച്ചാൽ നിന്റെ പോകിലാണല്ലോ അച്ചായന്മാരിരിക്കുന്നത്. ആ പോക്കരുത് തന്നെ ഉണ്ട് ഒരെണ്ണം. അല്ലേലെന്താ ദേണ്ട നിൽക്കുന്നത് വളർന്ന് പന്തലിച്ചു ഒരുത്തൻ. ഡെവിയെ കാണിച്ച് വൈകിയോട് അത്രയും പറഞ്ഞതും അവർ പരസ്പരം നോക്കിയതും ഒന്നിച്ചായിരുന്നു. എന്നാൽ പെടതന്നെ രണ്ടുപേരും കണ്ണുകൾ മാറ്റി. നാക്കിനെല്ലില്ലാത്തൊരു സാധനം, ഇതിനെ വിളിച്ചോണ്ട് പോടാ. ഞാൻ സത്യല്ലേ പറഞ്ഞേ. ഇനി നിനക്ക് പറ്റില്ലെങ്കിൽ പറയേ. വേറെ ഉണ്ടിടാ നല്ല ആമ്പിള്ളാര്. എന്റെ കാര്യത്തിലും എനിക്ക് നല്ലതിനെ സെലക്ട് ചെയ്യാൻ പറ്റിയില്ല. നിനക്കേലും നല്ലതിനെ ഞാൻ കണ്ടുപിടിച്ച് തരും. ജോയ് അകത്തേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന കൂട്ടത്തിലും മോളിക്കുട്ടി വിളിച്ചു പറഞ്ഞു. എന്നതാ തീരുമാനം? നല്ലൊരു അച്ചാനയും കെട്ടി ഇവിടെ കൂടുന്നോ? കൂടിയാലും തിരക്കേടില്ല. പകുതി കളിയും പകുതി കാര്യമായും അവൾ പറഞ്ഞെങ്കിലും അതിൻ്റെ അർത്ഥം മുഴുവനായും വായിച്ചെടുക്കാൻ അവന് കഴിഞ്ഞില്ല. എന്ന് വെച്ചാ കുന്തം മാറങ്ങോട്ട് അടുക്കളയിലേക്ക് ഒന്ന് പോട്ടെ. അവിടെ മോളിക്കൂടി തനിയല്ലേ ഉള്ളൂ. ഞാൻ കണ്ടുപിടിച്ചോളാം കേട്ടോ ഈ കള്ളത്തരെല്ലാം. ആ കണ്ടുപിടിക്കുന്നേ. ചിരിയോട് അത്രയും പറഞ്ഞ് അവൻ്റെ കയ്യിലിരുന്ന കപ്പ് കൂടി വാങ്ങി അവൾ അകത്തേക്ക് നടന്നു. പിറകെ നിൽക്കുന്ന അവനിലും അതേ ചിരിയുണ്ടെന്ന് എന്തോ അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. വൈകകത്തേക്ക് ചെല്ലുമ്പോൾ മോളിക്കുട്ടി പിന്നെയും പണിയിൽ മുഴുകിയിരുന്നു. ആ കപ്പ അവിടെ വെച്ചിട്ട് വേറെ വല്ലതുണ്ടെങ്കിൽ പോയി ചെയ്യ്. കഴുകാൻ ഇപ്പാവും. ഞാൻ അന്നേരത്തേക്ക് വിളിക്കാം. ഞാനതിന് പോയിട്ട് വേണ്ടേ? വെറുതെ ഇരുന്നാൽ ബോറടിക്കത്തേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ തന്നോട് മിണ്ടിയും പറഞ്ഞ് നിൽക്കാലോ. അതുകൊണ്ട് ഞാൻ കൂടി കൂടാൻ പാചകത്തിന്. അയ്യോ അതിഥി ദേവോ ഭാവയല്ലേ? അതെനിക്കും അറിയാം. ഞാനെന്താ ചെയ്യണമെന്ന് പറയേ. മിക്കവാറും എന്നെ അമ്മച്ചി ഇവിടുന്ന് കെട്ടിക്കും. ഒന്നും ചെയ്യിപ്പിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അമ്മച്ചിയോട് ഞാൻ പറഞ്ഞോളാം. ചെയ്യേണ്ടത് എന്നാന്ന് പറയുന്നേ. എൻ്റെ കർത്താവേ, എന്നാ പച്ചക്കറിന്ന് സാമ്പാറിനുള്ളത് വൃത്തിയാക്കി അരിയേ. ഓക്കേ. പതിയെ അവർ സംസാരിച്ചു തുടങ്ങി. നല്ലൊരു സൗഹൃദത്തിന് തുടക്കമായിരുന്നത്. അല്ല എന്നാലും പോത്തിനെ കാണിക്കാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചല്ലേ? ആര് പറഞ്ഞ് കാണിച്ചില്ലെന്ന്? രാവിലെ ഞാനൊരു സാധനത്തിനെ ഈ പറമ്പ് പോയിട്ട് ഓടിച്ചില്ലേ? അതാ എൻ്റെ പോത്തുപോലെ വളർന്ന ഒരേ ഒരു കെട്ടിയോൻ. നിനക്കതിനെ തൊടുവേ തൊഴിക്കേ എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഈ പോത്ത് കുത്തൂലെന്നേ. അയ്യോ, നീ അപ്പൊ പറഞ്ഞ പോത്ത് ജോയിച്ചനാന്നോ? ഏയ് ജോയിച്ചൻ, ആ പേര് കൊള്ളാലോ. ഈച്ചാനൊരു അനിയത്തി ഉണ്ടായിരുന്നു, ജെസി. അവള് വിളിക്കുന്നതായിരുന്നു ആ പേര്. ഒരു പനി വന്ന് അവളെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അതിൽ പിന്നെ ആദ്യമായ ഒരാളിച്ചനെ ഇങ്ങനെ വിളിക്കുന്നത്. എന്തായാലും ഇഷ്ടാവും. ഇനി നീ എന്നും അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ. അല്ല അപ്പൊ ഈ പശുക്കുട്ടിയോ? അതാരാ? അതെന്റെ സീമന്ത പുത്രി ആൻജോയ് പാലകലെന്ന ഞങ്ങളുടെ അന്നമോള്. ദൈവമേ, ആ കുഞ്ഞിനെയാണ് നീ പശുക്കുട്ടിയെന്ന് വിളിച്ചത്? ചുമ്മാ കിടക്കട്ടെന്നേ, ഒരു രസല്ലേ ഇതെല്ലാം. എന്തായാലും കൊള്ളാം. എന്നതാ പിള്ളേരെ ഇത്? 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കേൾക്കാലോ ഇവിടുത്തെ അലപ്പ്. കുഞ്ഞെ, നീ ഈ പെണ്ണിന്റെ കൂടെ നശിക്കരുത് കേട്ടോ. ഒരു നേരം ഇതിന്റെ വായ അടങ്ങിയിരിക്കില്ല. അമ്മച്ചി ചുമ്മാതെ അതിയാനെ പോലെ സംസാരിക്കാതെ ഇവിടെ ഇരിക്കാൻ നോക്ക്. പിള്ളേരെ എഴുന്നേറ്റില്ലേ ഇതുവരെ? ഇല്ല, കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. അമ്മേ. ആ ആദ്യമോളാണല്ലോ വിളിക്കുന്നത്. എന്റേത് ഇപ്പോഴൊന്നും എണീറ്റ് പാരില്ല. ആണ് ആദി, ഇവിടേക്ക് വാ.
അമ്മ നീ അടുക്കളയിലുണ്ട്. അടുക്കളയുടെ വാതിൽക്കൽ ഒരു കാൽ ശബ്ദം കേട്ടത് മോളിൽ കൂടി അവിടേക്ക് നോക്കി. ഉച്ചിയിൽ കെട്ടിവെച്ച മുടിയെല്ലാം താഴേക്ക് വീണ് കിടപ്പുണ്ട്. രണ്ട് കൈ കൊണ്ട് കണ്ണ് തിരുവി പാതി വിരിഞ്ഞ കണ്ണുമായി അമ്മയെ നോക്കി വരുന്ന ആളെ കണ്ടതും അറിയാതെ അവൾ ചിരിച്ചു. സൂക്ഷിച്ചു വാ, ഇല്ലേ ഭിത്തി പോയി ഇടിക്കുവേ. വൈകിയെ കാണുന്നത് മാതി വന്ന് അവളുടെ വയലിൽ കൂടി കൈ ചുറ്റി കെട്ടിപ്പിടിച്ചു. അമ്മ എന്തിനാ കുഞ്ഞെ നിന്ന് ചിണുങ്ങുന്നേ? അയ്യോടാ, ഇത്രയും വയസ്സായില്ലേ, വലിയ പിള്ളേരിങ്ങനെ ചിണുങ്ങി നിൽക്കുവോ? മതി മതി, രണ്ടും കൂടി എൻ്റെ കുഞ്ഞിനെ കളിയാക്കേണ്ട. അതിനെ കൊണ്ടുപോയി മുഖമെല്ലാം കിഴകിച്ച് കയറ്റാൻ നോക്ക്. വൈകി ആദ്യമായി അകത്തേക്ക് പോയതും അവിടെ മോളിക്കുട്ടിയും അമ്മച്ചിയും മാത്രമായി. അമ്മച്ചി കാൽമുട്ടിൽ കൈ തിരുമ്പി ഇരിക്കുന്നത് കണ്ടതും അവളെ നെറ്റിച്ചു വിളിച്ചു. വീണ്ടും തുടങ്ങിയോ മുട്ടുവേദന? ആ വാതിൽപ്പടി കയറിയതാ. അതെങ്ങനാ? മഞ്ഞത്ത് പുറത്ത് പോവാതിരിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. ഇതൊന്ന് കഴിയട്ടെ, ഞാൻ തൈരെടുത്ത് തരാം. ഒന്ന് കേടരുത് നോക്കട്ടെ, മാറിയാ മാറി. അമ്മച്ചിയെ, വൈകിയും കുഞ്ഞും കൊള്ളാല്ലേ. എനിക്കൊന്നും അവരങ്ങ് വല്ലാതെ പിടിച്ചു. ആ കുഞ്ഞിനെ കാണുമ്പോൾ എൻ്റെ ഡെന്നിയെ ഓർമ്മ വരുക. അയ്യോ, ഞാനത് പറയാനിരിക്കുമായിരുന്നു. അതിൻ്റെ മുഖം കണ്ടാൽ ഡെവിയെയും ഡെന്നിയും പറിച്ചു വെച്ചതുപോലെയുണ്ട്. ആ കണ്ണുകൂടി നോക്കുവാണെങ്കിൽ ഡെന്നി തന്നെ അത്രയും സാമ്യമുണ്ട്. നീ ഇതൊന്നും ആ കൊച്ചിൻ്റെ മുന്നിൽ വെച്ച് പറയാൻ നിൽക്കണ്ട. എന്തോ അവരെ കാണുമ്പോൾ വല്ലാത്ത അടുപ്പം തോന്നുന്നു. എല്ലാം കർത്താവിൻ്റെ തീരുമാനങ്ങൾ. ഞാൻ ആലോചിക്കുന്നത് വൈകിയെ പറ്റിയാ. ഡേവി പറഞ്ഞ അതിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതല്ല നമുക്കും അറിയാലോ. അവരെ കണ്ട ആരിലും അമ്മയും മോളോ അല്ലെന്ന് പറയോ? ഞാൻ പറഞ്ഞില്ലേ, അത് നല്ല കൊച്ച. ആളുകളോട് പെരുമാറാൻ എല്ലാം അറിയാം. നമുക്ക് അവൾക്ക് കൂടി ഒരു ജീവിതം കൊടുക്കേണ്ടേ അമ്മച്ചി? നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിക്കണം. എനിക്ക് തോന്നുന്നത് വൈകി ആ കാര്യത്തിൽ അത്രയും സീരിയസ് ആയല്ലെന്നാ. ഇപ്പോഴും ആദിക്ക് വേണ്ടി മാത്രം അവൾ ജീവിക്കുന്നത്. പക്ഷേ അത് മാത്രം പോരല്ലോ, അവളെയും പറ്റി ഓർക്കേണ്ടേ? എനിക്കും അത് തോന്നി. എന്നാലും നമുക്ക് പറയാനല്ലേ കഴിയൂ. ഒരു പക്ഷേ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്ന ആ കുഞ്ഞിനെ അയാൾ എങ്ങനെ നോക്കിയെന്നൊരു പേടി കാണും. അതുകൊണ്ടൊക്കെ ആവും. എല്ലാവരും ഒരുപോലെ നല്ലല്ലോ. ഞാനെന്തായാലും സീരിയസ് ആയിട്ട് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പോവാം. എന്തായാലും അവളൊരു വീട്ടിലേക്ക് വന്നു കയറിയാൽ അവിടെ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നീ കാര്യമായിട്ട് പറഞ്ഞതാണെങ്കിൽ നല്ലപോലെ ആലോചിച്ചിട്ടും കണ്ടും വേണം ഓരോന്ന് ചെയ്യാൻ. നമ്മളായി അവസാനം കുരുക്ക് കൊണ്ടുപോയി ചാടിക്കരുത്. ഇല്ലെന്നേ, ഈ മോളിക്കുട്ടി അറിയില്ല അമ്മച്ചിക്ക്. വൈകൊക്കെ പറ്റിയ നല്ല കിടക്കാച്ചൊരു ചെറുക്കനെ ഞാൻ തപ്പി കണ്ടുപിടിച്ചിരിക്കും. ഇതുപോലൊരു വെല്ലുവിളി നീ 2 വർഷം മുമ്പ് നടത്തിയതാ. അതിപ്പോഴും കയ്യാലപ്പുറത്ത് തന്നെയാ. ആദ്യപ്പോ നിങ്ങളുടെ മോനെ ഒന്നിനും മനസ്സിൽ പിടിക്കാത്തതിന് ഞാൻ എന്നാ ചെയ്യാനാ? ഒന്നിനും അവന് ഇഷ്ടാകില്ല. എന്നാ പിന്നെ അവന്റെ സങ്കല്പം ഒന്ന് പറയാൻ പറഞ്ഞ അതുമില്ല. എൻ്റെ വിധി. കൂടെ പഠിച്ചവരെല്ലാം കൊച്ചുമക്കളെയും കളിപ്പിച്ച് വീട്ടിലിരിക്കുക. എനിക്കൊരു ഐഡിയ. നമുക്ക് ഡെവിയെ കൊണ്ട് വൈകിയെ കെട്ടിച്ചാലോ? അതാകുമ്പോൾ വൈകിക്ക് നല്ലൊരു ജീവിതമായി, അമ്മച്ചിക്ക് കൊച്ചുമോളെയും കിട്ടും. അതും പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്ക്. അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടത്തി കാണിച്ചാലോ? അങ്ങനെ ഒരു കാര്യം വന്നാൽ അമ്മച്ചി ഇത് സമ്മതിക്കും? അതോ ജാതിയും മതമൊക്കെ നോക്കി വേണ്ടെന്ന് പറയൂ? ജാതിയോ? നീ എന്നാ വർത്താനാണ് ഈ പറയുന്നത്? അവന് ഇഷ്ടമുള്ളൊരു കൊച്ചാവണം. എനിക്ക് അത്രേ ഉള്ളൂ. ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് പോകാനുള്ളവരാ. അവിടെ മനസ്സ് നോക്കിയാൽ മതി. എന്നാ പിന്നെ ഇത് ഞാൻ സെറ്റാക്കിയതേ ഈ കയ്യിൽ വെച്ച് തരും. ഇത് ഈ മോളിക്കുട്ടി എന്ന മെർലിൻ സാറ എലിസബത്തിന്റെ വാക്കാണ്. അവ സമ്മതിക്കോടി. അതൊരു നല്ല കൊച്ച. പിന്നെ ആ മോളും എനിക്കൊരു ഇഷ്ടക്കേടുമില്ല. അവർക്ക് കൂടി ഇഷ്ടാവേണ്ടേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാന്നേ. അവ ചോദ്യത്തിന് നേരം നിൽക്കണ്ട, പോയി ഇത് കിടക്ക്. എല്ലാം കർത്താവ് തീരുമാനിച്ചതുപോലെ വരട്ടെ. അമ്മച്ചി പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വൈകിയും ആദ്യം കൂടി വന്നു. ചുന്ദരിമണി ആയല്ലോ, ചായ തരട്ടെ? അന്നക്കുട്ടി എണീറ്റില്ലേ? ഇല്ലല്ലോ, കുറച്ചുകൂടി നേരം കഴിയും. എന്തേ, കൂട്ടുകാരെ കാണാതെ ബോറടിച്ചോ? രാവിലെ തന്നെ കുരുത്തക്കേട് തുടങ്ങാൻ പറ്റാത്തതിന് നല്ല വിഷമുണ്ട് അല്ലേ ആദി? ഞാൻ നല്ല കുട്ടിയാ, കുരുത്തക്കേടൊന്നും കാണിച്ചൂല. എന്നേക്കാൾ നന്നായി ഈ നല്ല കുട്ടി ആർക്കാ അറിയുന്നേ? എന്താണ് എല്ലാവരും കൂടി അടുക്കളയിൽ ചർച്ച? രവി, ഈ അമ്മ എന്നോട് അടിയിടുവാ. എൻ്റെ വൈകെ രാവിലെ തന്നെ തുടങ്ങിയതാൻ. എൻ്റെ കാന്താരി പാടാ, ഞാൻ ഇവിടേക്കൊന്ന് കാണിച്ചു തരാം. കണ്ടോ എൻ്റെ മോളിക്കുട്ടി, ഇതാ ഈ പെണ്ണിൻ്റെ സ്വഭാവം. ഞാൻ എന്തേലും പറഞ്ഞിട്ടാണോ?
അതിന് കൂട്ടിന് പറ്റിയൊരാളും. ഡെബിയെ നോക്കി അവൾ മുഖം വീർപ്പിച്ച് പറഞ്ഞു. ഓ, രാവിലെ തന്നെ വീർപ്പിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാണ് മേഡം. വെറുതെ പഞ്ഞാനും മേഡം. വൈകി അവളെ നോക്കുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞിത്തല ഡെബിയുടെ തോളിലേക്ക് കിടന്നിരുന്നു. അന്ന കൊച്ചു എണീറ്റില്ലേടി? ഇല്ലടാ, അതിന് ഇനി നേരം പിടിക്കും. എന്നാൽ ഞങ്ങൾ രണ്ടും കൂടി ഒന്ന് കറങ്ങിയിട്ട് വരാം. വാടാ കാന്താരി. ഡെവി പോയതും സംസാരിക്കാൻ ഇത് തന്നെയാണ് നല്ല സമയമെന്ന് മനസ്സിലാക്കിയ മോളിക്കുട്ടി വൈകയെ നോക്കി. വൈക, നമ്മളിപ്പോൾ കാണുന്നതേ ഉള്ളൂ. എന്നാൽ അമിത സ്വാതന്ത്ര്യം എടുക്കുവാണെന്ന് കരുതിയില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്തിനെങ്ങനെയൊക്കെ പറയുന്നത്? എന്താണെങ്കിലും പറഞ്ഞോ. ഒത്തിരി പേര് തന്നോടിത് പറഞ്ഞു കാണും. എന്നാലും ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് പറയുക, തനിക്കൊരു വിവാഹം കഴിച്ചൂടെ? എനിക്ക് തോന്നി ഇത് തന്നെയാവുമെന്ന്. ഞാനൊരിക്കലും വിവാഹം കഴിക്കില്ലെന്നൊരു ചിന്തയൊന്നും എനിക്കില്ല. നല്ലൊരാളെ നല്ലൊരു സമയത്ത് കിട്ടുമ്പോൾ ഉറപ്പായി ഞാൻ വിവാഹം കഴിക്കും. അങ്ങനെ ഒരാളെ ഞാൻ പറയട്ടെ? ആര്? ഞങ്ങളുടെ ഡേവി തന്നെ. അവനെ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതിനോടൊക്കെ തന്നെ അവനെ തന്നെ നല്ലപോലെ മനസ്സിലാക്കി കാണും. ഡേവിയോ? മോളിക്കിട്ടി എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നും എനിക്ക് തോന്നിയില്ല. മറിച്ച് നല്ല കാര്യം തന്നെയല്ലേ. ഞാൻ നോക്കിയപ്പോൾ അവനേക്കാൾ നല്ലൊരാളെ തപ്പിയെടുക്കാനും പാടാ. ഇതാകുമ്പോൾ നമ്മുടെ കൈവെള്ളിലുള്ള ചെക്കനും. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. നമ്മളൊരു കാര്യം തീരുമാനിക്കുമ്പോൾ എന്തൊക്കെ ആലോചിച്ച് വേണം അത് തിരഞ്ഞെടുക്കാൻ. ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് അത്രയും ചിന്തിച്ചിട്ട് എടുക്കേണ്ട ഒന്നല്ലേ? എന്നെയും ഡെബിയെയും നോക്കിയ ആനയും ആടുമ്പോഴുള്ള വ്യത്യാസമുണ്ട്. ആ, എന്തൊക്കെയാ അത് കേൾക്കട്ടെ. ആദ്യം തന്നെ നോക്ക്, ഞാൻ ഹിന്ദുവല്ലേ? ഡെവിയോ? അമ്മച്ചി സമ്മതിക്കോ? എൻ്റെ അച്ഛൻ സമ്മതിക്കോ? അപ്പൊ ഡെവിക്ക് തനിക്ക് ഓക്കെയാണല്ലേ? കള്ളച്ചിരിയോടെ മോളിക്കുട്ടി ചോദിച്ചതും വൈക കള്ളം പൊളിപ്പിച്ച ആ കണ്ണുകൾ അവളിൽ നിന്നും മറക്കാനായി പാടുപെട്ടു. ആ, അത് പോട്ടെ. അമ്മച്ചിയുടെ കാര്യം, ഇവിടെ ജാതിയും മതവും ഒന്നുമില്ല. നല്ലപോലെ ജീവിച്ചാൽ മാത്രം മതി. പക്ഷെ അച്ഛൻ, അങ്കിളിന് ഒരു കുഴപ്പമില്ല എന്നാര് പറഞ്ഞു? അതൊക്കെ എനിക്കറിയാം മോളിക്കുട്ടി. പക്ഷേ ഇത്രയും നേരം താൻ സമ്മതിക്കുന്നൊരു പേടി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഇപ്പൊ താൻ അതും കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ പറയുന്നത്? അപ്പൊ തനിക്ക് ഇഷ്ടമാണല്ലേ ഞങ്ങളുടെ ചെറുക്കനെ? എന്താ? അങ്ങനെയൊന്നുമില്ല, നമ്മളെല്ലാം ചിന്തിക്കേണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാ. അതെ അതെ, കിടന്ന് ഓരുള്ളണ്ട. എനിക്കെല്ലാം മനസ്സിലായി. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? എന്ത് മോളിക്കുട്ടി, ചുമ്മാ ഒന്നും പറയാതെ പോവാൻ നോക്കി. ഓഹോ, അത്രക്കായോ? എന്നാൽ അമ്മച്ചി എന്നെ കെട്ടിയവനെയും കൂടി വിളിക്കാം. അവിടെ മുന്നിൽ വെച്ച് തന്നെ ചോദിക്കാം. അതോ ഡെവിയും വേണോ? എൻ്റെ ദൈവമേ, നീ എന്നെ കൊലക്ക് കൊടുക്കാനാണോ പെണ്ണെ? ആരെയും വിളിക്കാനൊന്നും പോവണ്ട. എന്നാ മര്യാദക്ക് പറഞ്ഞോ, എപ്പ തുടങ്ങി ഈ പ്രണയം? അയ്യേ, അങ്ങനെയൊന്നും പറയാതെ, എനിക്ക് എന്തോ പോലെ തോന്നുന്നു. എന്നാ പിന്നെ അവരെ വിളിക്കാം. ഓ, എന്തോ പറഞ്ഞാലും അവിടോട്ട് പോകുന്നതിനാ? ഞാൻ പറയാം. എന്നാ പറയേ, ഇഷ്ടമാണോ ഡെവിയെ? ഒരു ദീർഘനിശ്വാസം എടുത്ത് വായിക്കാൻ മോളിക്കുട്ടിയെ നോക്കി. എന്നിട്ട് ചെറുതായി തലയാടി സമ്മതം അറിയിച്ചു. എടി ഭയങ്കരി, എപ്പോഴാ? പറയാൻ പതിയെ പറയണേ. ആരും കേട്ടോണ്ട് വന്ന എൻ്റെ മാനം പോകും. അയ്യോ, എക്സൈറ്റ്മെന്റിൽ പറ്റിപ്പോയതാ. എങ്ങനെയാ സംഭവം? എനിക്കിപ്പോഴും അതിലെ സത്യാവസ്ഥ അറിയില്ല. ഇഷ്ടമാണെന്ന് പോലും എന്തോ ഒരു അടുപ്പം ഡെബിയോട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നീ പറഞ്ഞ പോലെ ആണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഓ, അപ്പൊ അതാണ് കാര്യം. നമുക്ക് കണ്ടുപിടിക്കാന്നേ. എന്നാലും ഞാനും ഡെബിയും തമ്മിൽ അത് വേണ്ട മോളിക്കുട്ടി. എന്നെപ്പോലെ ഒരു കുട്ടിയല്ല ഡെബിക്ക് വേണ്ടത്. എന്നാര് പറഞ്ഞു? ഞാൻ കണ്ടിട്ട് അവൻ ആദ്യമായിട്ടാ ഇത്രയും അടുത്തൊരു പെണ്ണിനോട് അടുത്ത് ഇടപെടുന്നത്. സാധാരണ അവനാരെയും മാത്രമേ അടുപ്പിക്കില്ല. അതിന് കാരണം എനിക്കോ ഇച്ചാൻ ഇപ്പോഴും അറിയില്ല. അന്നൊക്കെ ഞാൻ കളിയാക്കി പറയും, അവൻ മിന്നു കിട്ടുന്ന പെണ്ണിന് വേണ്ടി സ്നേഹം മുഴുവൻ കൂട്ടി വെക്കുവാണെന്ന്. അതെന്തായാലും താൻ അനുഭവിച്ചാൽ മതിയെന്നേ. പക്ഷേ ഒരു പക്ഷേയില്ല. തൻ്റെ ഭാഗം ഓക്കെ, പകുതി ഭാഗം സെറ്റായി. ഇനിയുള്ളത് അവൻ്റെ മനസ്സ് അറിയുകയെന്നാണ്. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ അവൻ ഇപ്പോഴൊരു ചായ വേണ്ടി ഇവിടേക്കല്ലേ? വൈകിയെ നോക്കി അവൾ കളിയായി ചോദിച്ചു. ആ, എനിക്കൊന്നും അറിയാൻ പാടില്ല. എന്നാലേ എനിക്കറിയാം. ആ ചായ ഞാൻ വാള ചൊടിച്ചു തരാം. വൈകി ദയനീയമായി മോളിക്കുട്ടിയെ നോക്കി. നീ വിഷമിക്കേണ്ടടി പെണ്ണെ, ഡെവി നിനക്കുള്ളതാ. നിങ്ങളെ രണ്ടുപേരെയും ഒരുമിപ്പിക്കാതെ എനിക്കിനി ഉറക്കല്ലെന്നേ. വൈകി ഞെട്ടി അവളെ നോക്കി. അങ്ങനെയല്ല, ഞാനൊരു ആവേശത്തിൽ പറഞ്ഞതാ.
എന്നാലും നിങ്ങളെ ഞാൻ ഒന്നിപ്പിക്കും. ആരെ ഒന്നിപ്പിക്കുമെന്ന് എന്തൊക്കെയാ രണ്ടും കൂടി പറയുന്നത്? ഇതൊക്കെ എപ്പോ? ജോയിയെ കണ്ടത് വൈകിയുടെ പകുതി ജീവൻ പോയി. ഏത് വഴി ഓടുമെന്നവര് ആ സമയം കൊണ്ട് അവൾ നോക്കി വെച്ചു. കണ്ണുകൊണ്ട് മോളിക്കുട്ടിയോട് പറയരുത് പറയരുതെന്ന് കാണിക്കുന്നുണ്ടെങ്കിലും ആ ഭാഗത്തേക്ക് പോലും ദൈവം സഹായിച്ച് മോളിക്കുട്ടി നോക്കിയില്ല. അതെ, ദേ ഈ വൈകിട്ട് ഡെവിയെ ഇഷ്ടാണെന്ന്. അപ്പൊ പിന്നെ അവനെയും കൂടി സെറ്റാക്കിയ പോരെ? സബാഷ്, വൈക മൈൻഡ് വോയിസിൽ പറഞ്ഞു. ജോയ് കണ്ണും പിടിച്ച് വൈകിയെ നോക്കിയതും അവൾ തിരികെ ചമ്മിയെ ചിരി നൽകി. മോളിക്കുട്ടിക്കാണെങ്കിൽ അവാർഡ് കിട്ടാനുള്ള എന്തോ വലിയ കാര്യം ചെയ്ത ഭാവമാണ് മുഖത്ത്.